ഹായ് എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ബട്ടർസ്കോച്ച് കേക്കാണ്. അപ്പോൾ ആ കേക്ക് എങ്ങനെ ചെയ്യണമെന്ന് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം കേക്ക് ചെയ്യാനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. 1/4 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഒരു പ്രാവശ്യം അരിച്ചെടുത്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്തെടുത്തതാണ്. ഇനി ഒരു ഡ്രൈ ബോൾ എടുത്ത ശേഷം നമ്മൾ 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിൽ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. 2 അടപ്പ് വാനില എസൻസ് ഒഴിക്കുന്നുണ്ട്. മുട്ടയുടെ മണം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എസൻസ് ഒഴിച്ചു കൊടുക്കുന്നത്. സെക്കൻഡ് സ്പീഡിലിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര അതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ബട്ടർസ്കോച്ച് എസൻസ് ഒഴിച്ച ശേഷം നല്ല പോലെ ബീറ്റ് ചെയ്യണം. ഇനി ഫുൾ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം. മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ വീഡിയോയിൽ നമ്മൾ സ്പീഡിൽ കാണിച്ചിരിക്കുകയാണ്, അതുപോലെ ചെയ്യരുത്. മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ബാറ്റർ ടൈറ്റ് ആകുമ്പോൾ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്ത് ഈ കൺസിസ്റ്റൻസി ആവുന്നവരെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഒരു ചെറിയ ബൗൾ എടുത്ത ശേഷം നമ്മൾ 2-3 ടേബിൾ സ്പൂൺ ബാറ്റർ അതിലോട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അതിൽ ഒഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മളിങ്ങനെ ചെയ്യുന്നത് കേക്ക് നല്ല പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ നടുക്ക് കൊണ്ടങ്ങ് താന്നു പോകും. അപ്പോൾ കേക്ക് താന്നു പോകുന്നവർക്ക് ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ കേക്ക് ശരിയായിട്ട് വരും. കേക്ക് ടിന്നിൽ ഇനി ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു സ്ക്വയർ എടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ്. 180 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുക. കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്ക്വയർ വെച്ച് ഒന്ന് കുത്തി നോക്കാം. ഇതിപ്പോൾ കേക്ക് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 3 പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാം. 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഒരു ഡ്രൈ ബൗളിൽ ഒഴിച്ച ശേഷം ഫ്രിഡ്ജിൽ തണുക്കാൻ വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഇതൊന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് വാനില എസൻസും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് അതിൽ തട്ടിയ ശേഷം ഒന്ന് ബീറ്റ് ചെയ്യണം. ബട്ടർ സ്കോച്ച് ആയതുകൊണ്ട് യെല്ലോ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി കേക്ക് കോട്ട് ചെയ്ത് തുടങ്ങാം. ഒരു ബോൾ എടുത്തിട്ടുണ്ട്. നടുക്ക് ക്രീം അപ്ലൈ ചെയ്ത ശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. കേക്ക് ഫുള്ളായിട്ട് ഷുഗർ സിറപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ക്രീം ഇട്ട് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ലെവൽ ചെയ്ത ശേഷം നമ്മൾ അടുത്തത് ബട്ടർ സ്കോച്ചിൻ്റെ ക്രഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒഴിച്ച് ഒന്ന് തേച്ചെടുക്കുക. അതിനുശേഷം കുറച്ചും കൂടി ക്രഷ് ഒഴിച്ച് കൊടുക്കുക. ഇത് ഫ്രൈ ചെയ്ത ബദാമാണ്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വൈറ്റ് ബോൾസും കൂടി, ചോക്ലേറ്റ് ബോൾസാണത്, അത് ഇട്ട ശേഷം നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച് സൈഡ് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. സെക്കൻഡ് ലെയറും സെയിം ആണ്. നമ്മൾ ഷുഗർ സിറപ്പ് വെച്ച് ഫുള്ള് നനച്ചെടുക്കുക. ക്രീം ഇട്ട് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക ഫുള്ളായിട്ട്. സെക്കൻഡ് ലെയറിലും ക്രഷ് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്ത ശേഷം ബദാമും വൈറ്റ് ചോക്ലേറ്റ് ബോൾസും കൂടി ഇട്ട ശേഷം നമ്മൾ തേർഡ് ലെയർ എടുത്ത് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം റൊട്ടേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ച് നനച്ച ശേഷം നമ്മൾ സൈഡ് ആദ്യം ലെവൽ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ടോപ്പ് ലെവൽ ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രാപ്പർ വെച്ച് ഷേപ്പ് ചെയ്ത് എടുക്കുക. സൈഡ് ആദ്യം ലെവൽ ചെയ്യുക. എന്നിട്ട് അതിനുശേഷം ടോപ്പിൽ ഒരു നൈഫോ സ്ക്രാപ്പറോ വെച്ച് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ സൈഡൊന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് തുടച്ചെടുക്കുക. നമ്മൾ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് എടുത്ത ശേഷം ഇപ്പോൾ സെക്കൻഡ് കോട്ടിങ്ങാണ് ചെയ്യുന്നത്. കളർ ആഡ് ചെയ്ത ശേഷം നമ്മൾ സൈഡ് ആദ്യം ലെവൽ ചെയ്തെടുക്കുക. അതിനുശേഷം ടോപ്പും ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. സ്ക്രാപ്പർ വെച്ചോ നൈഫ് വെച്ചോ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇതിൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.